ഓക്കെ, അടുത്ത നമ്മൾ മാക്സ്വെൽസ് തേർഡ് ഫീൽഡ് ഇക്വേഷനാണ് നോക്കുന്നത്. അപ്പോൾ മാക്സ്വെൽസ് തേർഡ് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഡിഫറൻഷ്യൽ ഫോം ഇക്വേഷനാണ്. അത് എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് നമ്മുടെ ബേസിക് ലോ ആയ ഫാരഡേസ് ലോ, അത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതാണ് ഫാരഡേസ് ലോ. ആ ഫാരഡേസ് ലോ എന്ന് ഡെറൈവ് ചെയ്തൊരു ഇക്വേഷനാണ് എന്നാണ് മാക്സ്വെൽസ് തേർഡ് ഫീൽഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഫാരഡേസ് ലോ? അത് നമ്മൾ നോക്കിയതാണ്. ഒരിക്കൽ കൂടെ പറയാം. ഫാരഡേസ് ലോ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴൊക്കെയാണ് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പം ചേഞ്ച് ചെയ്യുന്നോ അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് എന്തുവാണ് ഈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ദ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF വിൽ ഒപ്പോസ് ദ അപ്ലൈഡ് EMF. ഓക്കെ, എന്താണ്? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പം അതിലെന്ത് ചെയ്യും? ഒരു EMF, അവിടെ ഒരു EMF, ഒരു കറണ്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? ആ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒപ്പോസ് ദ അപ്ലൈഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, വേറെ രീതി പറഞ്ഞ ഒരു സർക്യൂട്ടിൽ കൂടെ ഒരു കറണ്ട് പോവുകയാണ്. അപ്പോൾ ആ കറണ്ട് എന്ത് ചെയ്യും? ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ ആ കറണ്ട് അവിടെ ചേഞ്ച് ചെയ്യുകയാണ്. ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ചേഞ്ച് ചെയ്യണം. മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിലോട്ട് ആ സർക്യൂട്ടിലോട്ട് എന്ത് ചെയ്യും? വേറൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്തിനായിരിക്കും? ആ ആദ്യം ഉണ്ടായിരുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് പറയാം. ഓക്കെ, സോ നമ്മൾ അതിനെ സിംബോളിക്കായിട്ട് എഴുതുന്നതാണ്. ഇത് ഈക്വൽ ടു മൈനസ് d∅/dt. അവിടെ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ് ആണ്. അപ്പം d∅/dt എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അപ്പം ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു മൈനസ് d∅/dt. അപ്പം ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. d∅/dt എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അപ്പം ചേഞ്ച് ഓഫ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഈ തിയറിയുടെ ഇക്വേഷൻ രൂപം. ഓക്കെ, അടുത്ത് അവിടെ മൈനസ് കാണിക്കുന്നത് ആ EMF എന്താണെങ്കിൽ ഫ്ലക്സ് ചേഞ്ചിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ അറിയാം ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ്റെ ഇക്വേഷൻ ഫ്ലക്സ് ഈക്വൽ ടു B.ds. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ B.dx. ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. അത് നമ്മൾ +2 നോട്ട് പഠിക്കുന്നത്. ഫൈ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ B.ds. ഓർത്തോളം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു n എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ആ ഡയറക്ഷനെ മാത്രം കാണിക്കാൻ, ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് n ക്യാപ്പ് എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്ടർ എലോങ് ദ ഡയറക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് പറയുമ്പോൾ ഫൈ ഈക്വൽ ടു അങ്ങനെ സർഫസ് ഇൻ്റഗ്രൽ B.ds എന്ന് പറയാം. ഓക്കെ, അപ്പം അടുത്ത് നമുക്കറിയാം ഈ ഫൈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫൈ എടുത്ത് നമുക്ക് എവിടെ കൊടുക്കാം? ഈ ഇക്വേഷൻ ഈക്വൽ ടു d∅, ഈ ഫൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഫൈയുടെ വാല്യൂ എടുത്ത് ഈ ഫൈയുടെ വാല്യൂയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഫൈ എടുത്ത് ഈ ഫൈയുടെ സ്ഥാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു മൈനസ് d/dt ഓഫ് ഫൈയുടെ വാല്യൂ എന്താണ്? ഇൻ്റഗ്രൽ B.n/ds. ഓക്കെ, ഇത് കിട്ടും. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാം. വേറെ രണ്ടും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയതുകൊണ്ട് എന്താണ് മാറ്റി ചെയ്താലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല, സെയിം ഇത് തന്നെ ആയിരിക്കും. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യുക? ഈ ഡിഫറൻഷ്യേറ്റിനകത്തോട്ടാക്കിയിട്ട് ഇൻ്റഗ്രേഷന് പുറത്തോട്ട് എടുക്കാം. ഓക്കെ, അതാണ് ഈ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എസ് ഡോ ബി കണ്ട d/dt ഇതിനെ എന്ത് ചെയ്യുക? അകത്തോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഡോ B/dt/NDS എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, അടുത്തിനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഇൻഡ്യൂസ്ഡ് EMF യുടെ ഇക്വേഷനാണ് ഈക്വൽ ടു ലൈൻ ഇൻ്റഗ്രൽ E.dl. ഈക്വൽ ടു ലൈൻ ഇൻ്റഗ്രൽ E.dl. ഓക്കെ, ഇത് നമ്മൾ +2 പഠിക്കുന്നത്. +2 നിങ്ങൾ ഇലക്ട്രിസിറ്റിയുടെ ആദ്യത്തെ സെക്ഷനിൽ കാണും ഈ ഒരു ഫോർമുല. ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു ലൈൻ ഇൻ്റഗ്രൽ E.dl. ഓക്കെ, അല്ലെങ്കിൽ അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തോളണം. E.dl ആണ്. അപ്പോൾ നോക്കിയറിയാം 7ഉം ഇക്വേഷൻ 6ഉം രണ്ടിലും എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ E ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? സോ രണ്ടും ഈക്വലാണ്. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്യുക? അതിൻ്റെ ഈക്വേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഈയുടെ സ്ഥാനത്ത്, അതായത് ഈയുടെ സ്ഥാനത്ത് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ E.dl ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡോ B/dt ഇൻറ്റു ds എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, സോ അത് ഇക്വേഷൻ നമ്പർ 8. ഓക്കെ, ഇക്വേറ്റ് ചെയ്തു.
പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് നോക്കിക്കഴിയാൻ അറിയാം എന്താണ്, ഒന്ന് ലൈൻ ഇൻ്റഗ്രലിൽ കിടക്കുന്നു, മറ്റത് സർഫസ് ഇൻ്റഗ്രലിൽ കിടക്കുന്നു. രണ്ട് ഇൻ്റഗ്രേഷൻ മെത്തേഡിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ രണ്ടും ഇങ്ങനെ ലൈൻ ഇൻ്റഗ്രലാക്കുക, അല്ലെങ്കിൽ രണ്ടിനെയും കൂടെ സർഫസ് ഇൻ്റഗ്രലാക്കുക. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, രണ്ടും കൂടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡിനെ ഈക്വൽ ആക്കാൻ വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ലൈൻ ഇൻ്റഗ്രലിനെ നമുക്ക് എന്തിലോട്ട് മാറ്റാം, സർഫസ് ഇൻ്റഗ്രലിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്യാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന തിയറമാണ് നമുക്കറിയാം സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം തന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ലൈൻ ഇൻ്റഗ്രൽ നമുക്കറിയാം, നേരത്തെ പഠിച്ചു. സ്റ്റോക്സ് തിയറം കൺവേർട്ട് ലൈൻ ഇൻ്റഗ്രൽ ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പം അതാണ് ഇവിടെ നടക്കുന്നത്. ഇക്വേഷൻ നോക്കിയോ, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഇ എൻ ഡി എസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇ ഡോട്ട് ഡി എൽ എന്തായിട്ട് മാറും, സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഇ എൻ ഡി എസ് അല്ലെങ്കിൽ ഡെൽ ക്രോസ് ഇ ഡി എസ് ആയിട്ട് ചേഞ്ച് ആവും. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ എന്താക്കി, സർഫസ് ഇൻ്റഗ്രലിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ വാല്യൂവിനെ നമുക്ക് എവിടെ, അല്ലെങ്കിൽ ഈ വാല്യൂവിനെ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ ഡോട്ട് ഡി എല്ലിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ക്രോസ് സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഇ എൻ ഡി എസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഓക്കെ, മൈനസ് ഓഫ് നമുക്ക് എന്ത് കിട്ടും, ഡോ ബി ബൈ ഡോ ടി ഇൻറ്റു എൻ ഡി എസ് എന്ന് കിട്ടും. ഓക്കെ, കണ്ടല്ലോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇക്വേഷൻ 8 എന്ത് ചെയ്യുക, ഇത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത്, ഡെൽ ക്രോസ് ഇ എൻ ഡി എസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഡോ ബി ബൈ ഡോ ടി ഇൻറ്റു എൻ ഡി എസ് എന്ന് കിട്ടും. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യും, നിങ്ങൾ നോക്കിയറിയാം, ഇതിനെന്ത് ചെയ്യുക, ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരിക. ഇത് മൈനസാണ്, സോ ഈക്വലിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും, ഡെൽ ക്രോസ് ഇ പ്ലസ് ഡോ ബി ബൈ ഡോ ടി എന്ന് കിട്ടും. ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈക്വലിന് അപ്പുറത്തുണ്ടോ, ഈക്വലിന് ഇവിടെ 0 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കിയറിയാം എന്താണ് ഈ ഡെൽ ക്രോസ് ഇ പ്ലസ് ഡോ ബി ബൈ ഡോ ടി, നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇത് എപ്പോഴും 0 ആയിരിക്കണമെങ്കിൽ എന്തായിരിക്കണം, ഈ വാല്യൂ എപ്പോഴും 0 ആയിരുന്നാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ഇതെന്താവുള്ളൂ, എപ്പോഴും 0 ആവത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഇക്വേഷൻ ഇത് മാത്രം അപ്പോൾ എന്താവും, 0 ആവും. അപ്പോൾ ഡെൽ ക്രോസ് ഇ പ്ലസ് ഡോ ബി ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നേരത്തെ എല്ലാം പറഞ്ഞ അതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഈ ഇൻ്റഗ്രൽ 0 ആവണമെങ്കിൽ അകത്തുള്ള വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽ ക്രോസ് ഇ പ്ലസ് ഡോ ബി ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓർ അതിനെന്ത് ചെയ്യും, ഈക്വൽ ടുവിന് ഇപ്പുറത്തുകൊണ്ട് വരുമ്പോൾ എന്ത് കിട്ടും, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ എന്തുവാണ്, മാക്സ്വെൽസ് തേർഡ് ഫീൽഡ് ഇക്വേഷൻ, ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സ്വെൽസ് തേർഡ് ഫീൽഡ് ഇക്വേഷൻ. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്പേസ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസസ് എ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നോക്കിയറിയാം. ഓർ ഈ കറണ്ട് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ ഇ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ, കാരണം അതൊരു സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്ത ടൈമാണ് ഇത്. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ബി എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ടൈമുമായിട്ട്. ഡോ ബി ബൈ ഡോ ടി എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്. സോ ഡോ ബി ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് ഇതിൻ്റെ അർത്ഥം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ സ്പേസ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാകും, ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഓർ തിരിച്ചു എഴുതാം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാകും, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ ഇക്വേഷൻ്റെ അർത്ഥം. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ, ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഈ തിയറിയുടെ അർത്ഥം. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മാക്സ്വെൽസ് ഫോർത്ത് ഫീൽഡ് ഇക്വേഷനാണ്. ഓക്കെ, മാക്സ്വെൽസ് ഫോർത്ത് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മാക്സ്വെൽ ഫോർത്ത് ഫീൽഡ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരിക്കുന്നത് ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എനി ക്ലോസ്ഡ് പാത്ത് ഈസ് μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. ഓക്കെ, അതായത് ഒരു പറയണതെന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് പാത്ത്, ഓക്കെ, ഒരു ലൈന്, ഒരു ഇതിലുള്ള ഒരു ഐ കറണ്ടാണ് ഇതിലുള്ളത്. അപ്പം ഇറ്റ് സേസ് ദാറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എനി ക്ലോസ്ഡ് പാത്ത് ഈസ് μ0 ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. ഈ ഒരു ഇത് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ കറണ്ടിൻ്റെ μ0 ടൈംസ് ആയിരിക്കും എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവണം മാഗ്നറ്റിക് ഫീൽഡ്. അല്ലെങ്കിൽ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട്
ഒരു ക്ലോസ്ഡ് പാത്തിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ടോട്ടൽ കറണ്ടിൻ്റെ μ0 ടൈംസ് ഈക്വൽ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതാണ് ഏത് പറയുന്നത് നമ്മുടെ നമ്മുടെ ആംബിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത്. ഓക്കെ, അപ്പം ഈ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സ്വെൽസ് ഫോർത്ത് ഫീൽഡ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരിക്കലും പറയാം, ആംബിയർ സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് പാത്തിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് പാത്തിലുണ്ടായിരിക്കുന്ന ടോട്ടൽ കറണ്ടിൻ്റെ μ0 ടൈംസ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഐ. അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് ആൻഡ് ക്ലോസ്ഡ് ബൈ ദ പാത്ത്. അതാണ് എഴുതിയിരിക്കുന്നത് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ ടു μ0 ഐ. ഓക്കെ, ദെൻ നമുക്കറിയാം ജെ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിയാണ്. അപ്പോൾ ജെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഐ ബൈ ഡി എസ് എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഓഫ് കറണ്ട് ബൈ സർഫസ് ഏരിയ ഡി ഐ ബൈ ഡി എസ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഡി ഐ എങ്ങനെ എഴുതാം? ഡി എസിനെ അങ്ങോട്ട് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ ഡി ഐ കിട്ടും ജെ ഡി എസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡി ഐ എന്ന് പറഞ്ഞൊരു സ്മോൾ കറണ്ടാണ്. ഓക്കെ, ജെ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിയാണ്. അപ്പം ഡി ഐ ഈക്വൽ ടു ജെ ഡി എസ് എന്ന് കിട്ടും. നമുക്കപ്പോൾ ഡി ഐ ആണ്. അപ്പം ടോട്ടൽ കറണ്ട് ഓടിക്കാൻ എന്ത് ചെയ്യുക? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഡി ഐ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ എന്ന് കിട്ടും. ബാക്കി എന്തുണ്ട്? സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോട്ട് എൻ ഡി എസ് എന്ന് കിട്ടും. ഓക്കെ, ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോട്ട് എൻ ഡി എസ് എന്ന് കിട്ടും. അടുത്തിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ കിട്ടിയ ഐയെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിലോട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു എന്താണ്? μ0 ഈ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. μ0 ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോട്ട് ഡി എസ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ കിട്ടും. ഓക്കെ, ഈ നോക്കി അറിയാം. നേരത്തെ നമ്മൾ ബാക്കിയുള്ള സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഈ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് ലൈൻ ഇൻ്റഗ്രൽ കിടക്കുന്നു, ഇത് സർഫസ് ഇൻ്റഗ്രൽ കിടക്കുന്നു. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ രണ്ടും എന്ത് ചെയ്യുക? സർഫസ് ഇൻ്റഗ്രലോട്ട് മാറ്റുക. ഇപ്പോൾ ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലോട്ട് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന തിയറമാണ് സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം വെച്ച് നമ്മൾ എന്ത് ചെയ്തു? സർഫസ് ഇൻ്റഗ്രലോട്ട് മാറ്റിയിരിക്കുകയാണത്. എന്താണ്? ലൈൻ ഇൻ്റഗ്രൽ പി ഡോട്ട് ഡി എൽ ഈക്വൽ ടു എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ബി എൻ ഡി എസ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവിന് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ എന്ത് ചെയ്യുക? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ വാല്യൂവിന് വരെ ഈ വാല്യൂ നമ്മൾ സ്റ്റോക്സ് തിയറം വെച്ച് എന്തായി? സർഫസ് ഇൻ്റഗ്രലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വാല്യൂ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ബി എൻ ഡി എസ് ഈക്വൽ ടു μ0 സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോട്ട് എൻ ഡി എസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഇതിനെ ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ക്രോസ് ബി മൈനസ് ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? മൈനസ് μ0 ഇവിടെ കിടക്കുന്ന μ0 ജെ. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുവരുന്നപ്പോൾ ഇതിന് അടുത്ത ഈ സ്റ്റെപ്പിലെത്തിയത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഡെൽ ക്രോസ് ബി മൈനസ് μ0 ജെ ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്ത നേരത്തെ പറഞ്ഞ പോലെ ഇത് 0 ആയിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? ഇതിൻ്റെ അകത്ത് കിടക്കുന്ന എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ക്രോസ് ബി മൈനസ് μ0 ജെ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓർ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 ജെ എന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 11 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ്റെ പ്രത്യേകത ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 ജെ. ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയർ സർക്യൂട്ടൽ തിയറം. നമ്മൾ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ വേറൊരു ഫോം നേരത്തെ പഠിച്ചായിരുന്നു. ഇതെന്ന് പറയുന്നത് അതിനെ ഡിഫറൻഷ്യൽ മെത്തേഡിൽ എഴുതുന്നതാണ്. എന്ന് പറയുന്നത് ഈ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 ജെ എന്ന്. ഓക്കെ, നമ്മൾ ആദ്യം അതിനെ എന്ത് ചെയ്തു? നേരത്തെ എഴുതിയത് സർഫസ് ഡെൽ ഡോട്ട് ബി ഡി എൽ ഈക്വൽ ടു μ0 ആയി എന്ന് എഴുതി. അതിനെ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതണം. ഇതാണ് ഡെൽ ക്രോസ് ബി ഇൻറ്റു μ0 ജെ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ആംബിയർസ് നമ്മുടെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോയുടെ എന്തെടുക്കുക? അതായത് ഈ ഇക്വേഷൻ്റെ നമ്മൾ എന്ത് ചെയ്യുക? ഡൈവർജൻസ് എടുക്കുക. ഓക്കെ, ഡൈവർജൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഡെൽ വെച്ച് എന്ത് ചെയ്യുക? ഡോട്ട് ചെയ്യുക. ഇവിടെ അതാണ് എഴുതിയിരിക്കുന്നത്. ഡെൽ ഡോട്ട് ഇവിടെ ഡെൽ വെച്ച് ഡോട്ട് ചെയ്യുക, അതേപോലെ ഇവിടെയും ഡെൽ വെച്ച് ഡോട്ട് ചെയ്യുക. അപ്പോൾ എന്താ? ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ബി ഡൈവർജൻസ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 ഡെൽ ഡോട്ട് ജെ. ഇവിടെ നമുക്ക് ഇതങ്ങനെ വരാൻ കാര്യം μ0 എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്. സോ μ0 പുറത്തെടുത്താലും നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. ഓക്കെ, ഓർ അടുത്ത് ചെയ്യണം. നമുക്കറിയാം ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ബി. ഓക്കെ, അതായത് ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഈ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമെറ്റിക്കൽ ഒരു ലോ ആണ്. ഡൈവർജൻസ്
ഓഫ് എ കർൾ ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് സീറോ. ഇപ്പോഴും നമുക്കറിയാം ഒരു ഡൈവേർജൻസ്, ഒരു കർളിൻ്റെ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, ആ ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്തായിരുതാം? ഈ ടേമിന് എന്തായിട്ട് എഴുതാം? സീറോ ആയിട്ട് എഴുതാം. അപ്പം എന്ത് കിട്ടും ബാക്കി? അപ്പോൾ ഇത് നമുക്ക് എന്താകും? ഇത് സീറോ ആവില്ലേ? കാരണം ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് സീറോ ആവണമെങ്കിൽ, ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് സീറോ ആവണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സീറോ ആയിട്ട് എഴുതാം. അതാണ് അത് എഴുതിയിരിക്കുന്നത്. μ0 ഇൻറ്റു ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു സീറോ എന്ന് എഴുതി. ഓർ ഈ μ0നെ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു സീറോ എന്ന് നമുക്കവിടെ കിട്ടി. ഓക്കെ, പക്ഷേ നിങ്ങൾ നേരത്തെ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചല്ലോ, അതിൽ എന്താണ് കിട്ടിയത്? ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് രണ്ട് റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ ഡെൽ ഡോട്ട് ജെ ഇവിടെ സീറോ ആവണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി തെറ്റെന്ന് പറയേണ്ടി വരും. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ശരിയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ആംബിയർ സർക്യൂട്ട് തിയറത്തിൻ്റെ ഡൈവർജൻസ് ഫോം, ഇൻ്റഗ്രൽ ഡിഫറൻഷ്യൽ ഫോം എന്തായിരിക്കും? തെറ്റായിരിക്കും. ഓക്കെ, നമുക്കിവിടെ രണ്ട് റിസൾട്ടാണ്, ഒരേ ഇക്വേഷന് രണ്ട് വാല്യൂസ് കിട്ടി. ഓക്കെ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ് കാരണം? അപ്പോൾ രണ്ട് റിസൾട്ട് വന്നു. നമുക്കറിയാം ആംബിയർ സർക്യൂട്ടൽ തിയറം എപ്പോഴും ശരിയായിരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇക്വേഷൻ, ലോ ഓഫ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്തായിരിക്കും? അത് നേരത്തെ പ്രൂവ് ചെയ്താണ് അത് ശരിയാണെന്ന്. സോ ഇതിനെ കറക്റ്റാക്കാൻ വേണ്ടി ആംബിയർ എന്ത് ചെയ്തു? ഒരു ചെറിയ മോഡിഫിക്കേഷൻ നടത്തി. ഓക്കെ, അപ്പം ഇതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ആംബിയർ ഒരു അസംഷനല്ല, അസംഷൻ നടത്തി. എന്താണ്? നമുക്ക് രണ്ട് കറണ്ട് ഡെൻസിറ്റി ഉണ്ടെന്നായിരുന്നു എന്ത് ചെയ്തു മാക്സ്വെൽസ് പറഞ്ഞു. രണ്ട് കറണ്ട് ഡെൻസിറ്റി ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജെയും ജെ ഡാഷും. ഓക്കെ, നമ്മൾ ഈ ജെ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന കറണ്ട് ഡെൻസിറ്റി, അതായത് ഇലക്ട്രോണിൻ്റെ ഫ്ലോ കാരണം ഉണ്ടാകുന്ന കറണ്ട്. ഓക്കെ, നമ്മുടെ സാധാരണ നമ്മുടെ സർക്യൂട്ടിൽ കാണുന്ന കറണ്ട് കാരണം ഉണ്ടാകുന്ന ഒരു കറണ്ട് ഡെൻസിറ്റി കാണും, അത് ജെയും. അത് പോരാഞ്ഞിട്ട് എന്ത് ചെയ്യും? വേറൊരു കറണ്ട് ഡെൻസിറ്റിയും കൂടെ യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ ആ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഓക്കെ, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററിൻ്റെ ചേഞ്ച് കാരണം. ഓക്കെ, നേരത്തെ നമ്മൾ ഡി എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചല്ലോ ഫസ്റ്റ് ഇക്വേഷനിൽ. ആ ഡിയുടെ എങ്ങനെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററിൻ്റെ ചേഞ്ച് കാരണം വേറൊരു കറണ്ട് ഡെൻസിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ രണ്ട് കറണ്ട് ഡെൻസിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നതാണ് ആര് പറഞ്ഞത്? മാക്സ്വെൽ പറഞ്ഞത്. ഓക്കെ, കാരണം ഈ തിയറി കറക്റ്റാക്കാൻ വേണ്ടി, കാരണം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ ഒരു റിസൾട്ട് കിട്ടി, നമ്മുടെ ആംബിയർ സർക്യൂട്ട് തിയറിയിൽ വേറൊരു റിസൾട്ട് കിട്ടി. അപ്പം രണ്ടും ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയാണെങ്കിൽ എന്താണ്? നമ്മളിപ്പം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ കാരണം ഉണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റിയാണ്. അത് പോരാഞ്ഞിട്ട് എന്ത് ചെയ്യും? അടുത്ത വേറൊരു കറണ്ട് ഡെൻസിറ്റിയും കൂടെ ഉണ്ട്. ആ കറണ്ട് ഡെൻസിറ്റി എന്താണ്? നമുക്ക് ആ കറണ്ട് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എടുക്കാം? ജെ ഡാഷ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഡാഷ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ കാരണം ഉണ്ടാകുന്ന ഒരു കറണ്ട് ഡെൻസിറ്റിയാണ്. ഓക്കെ, സോ എന്താണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി? നമുക്ക് പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എന്ത് ചെയ്തു? മാക്സ്വെൽസ് ഇത് കറക്റ്റാക്കാൻ വേണ്ടി ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എങ്ങനെ എടുത്തു? ജെ ഈക്വൽ ടു ജെ പ്ലസ് ജെ ഡാഷ്. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് എടുത്തത്. നേരത്തെ നമുക്ക് ജെ മാത്രമേ അറിയാവൂ. ഇപ്പോൾ എന്ത് പറഞ്ഞു? ഒരു അഡീഷണൽ കറണ്ട് ഡെൻസിറ്റിയും കൂടെ ഉണ്ട്, അതിനെ നമ്മൾ ജെ ഡാഷ് എന്ന് എടുത്തു. അപ്പം രണ്ടും കൂടെ ചേർന്നുള്ള കറണ്ട് ഡെൻസിറ്റിയാണ് നമ്മുടെ എന്താണ് ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി. അത് ക്യാപിറ്റൽ ജെ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നേരത്തെ സ്മോൾ ലെറ്റർ ജെ എന്ന് കൊടുക്കുന്ന സ്ഥാനത്തെല്ലാം നമ്മളിനി എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ ജെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, കാരണം നേരത്തെ ഈ ജെയുടെ കാര്യം മാത്രമേ നമുക്കറിയാവൂ. ഇപ്പോഴാണ് എന്ത് ചെയ്തത്? പുതിയൊരു ജെ ഡാഷ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഇലക്ട്രോൺ കാരണം ഉണ്ടാകുന്ന കറണ്ടല്ല, വേറൊരു ടൈപ്പ് കറണ്ട്. അതായത് അത് ഞാൻ ഡീറ്റെയിൽസ് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു കറണ്ട് ഡെൻസിറ്റിയും കൂടെ ഉണ്ടെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ മാക്സ്വെൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എടുക്കാം? ജെ ഈക്വൽ ടു ജെ പ്ലസ് ജെ ഡാഷ് എന്ന് എടുക്കാം. അപ്പോൾ ആംബിയർ സർക്യൂട്ട് തിയറം മോഡിഫൈ ചെയ്ത് എന്ത് കിട്ടും? ഡെൽ ക്രോസ് ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ആംബിയർ സർക്യൂട്ട് തിയറം ഡെൽ ക്രോസ് ബി ഡിഫറൻഷ്യൽ ഫോം μ0 ജെ. ഓക്കെ, ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 ജെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 ജെ. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ 11 എന്താണ് കിടക്കുന്നത്? ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയർ സർക്യൂട്ട് തിയറം പറയുന്നത് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ജെ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതിലോട്ട് എന്ത് ചെയ്യുക? ഈ ജെയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ 11 ജെയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ
ക്യാപിറ്റൽ ജെയുടെ സ്ഥാനം ക്യാപിറ്റൽ ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാപിറ്റൽ ജെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മ്യൂ 0 ഇൻറ്റു ജെ പ്ലസ് ജെ ഡാഷ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ജെ എന്ന് പറഞ്ഞാൽ ജെ പ്ലസ് ജെ ഡാഷ് ആണ്. അതെന്ത് ചെയ്യുക? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് നമ്മുടെ എന്താണ് ഇക്വേഷൻ 14 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയർ സർക്യൂട്ട് അതിൽ ജെയുടെ സ്ഥാനത്ത് സ്മോൾ ലെറ്റർ ജെ ഇടുന്ന ആദ്യം ജെയുടെ സ്ഥാനത്ത് ക്യാപിറ്റൽ ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ കണ്ടൻസിറ്റി അതെന്ന് പറയുന്നത് ജെ പ്ലസ് ജെ ഡാഷ് ആണ്. ഓക്കെ, അടുത്തിനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇക്വേഷൻ 12 നമുക്കറിയാം ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നേരത്തെ ഡെൽ ഡോട്ട് സ്മോൾ ലെറ്റർ ജെ ഈക്വൽ ടു 0 എന്നായിരുന്നു. അപ്പോൾ എന്താണ് സ്മോൾ ലെറ്റർ ജെയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്യാപിറ്റൽ ലെറ്റർ ജെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ജെയുടെ വാല്യൂ എന്താണ്? ജെ പ്ലസ് ജെ ഡാഷ് ആണ്. അതെന്ത് ചെയ്യുക? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് അത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനെ അകത്തോട്ട് ഡെല്ലിനോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ ഡോട്ട് ജെ ഡാഷ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്ത് നമ്മൾ എന്ത് എഴുതുക? അടുത്ത് ഇതിനെന്ത് ചെയ്യുക? ഈക്വൽ ടുവിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ജെ ഡെൽ ഡോട്ട് ജെ ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ എന്ന് കിട്ടും. അടുത്ത് നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ 13 ഇക്വേഷൻ 13 അനുസരിച്ച് നമ്മളൊക്കെ എന്തെഴുതാം? ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ഇവിടെ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ഓക്കെ, ഈ തൊട്ട് മുമ്പ് നമ്മുടെ ഈ ഇക്വേഷനിലോട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 13 ഇക്വേഷൻ നോക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ജെയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? മൈനസ് ഡോ റോ ബൈ ഡോ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ജെ ഡാഷ് കണ്ടോ? ഡെൽ ഡോട്ട് ജെ ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡോ റോ ബൈ ഡോ ടി. മൈനസ് അങ്ങോട്ടും കിട്ടും. 2 മൈനസ് ആകുമ്പോൾ എന്തായാലും പോസിറ്റീവ് ആവും. സോ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ജെ ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി എന്ന് കിട്ടും. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ. നമ്മൾ ആദ്യം ഡെറൈവ് ചെയ്താണ് ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷൻ. അതിന് റോ എന്ന് കിട്ടും. അടുത്തിനി നമ്മൾ ചെയ്യേണ്ടത് റോയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ ഡെൽ ഡോട്ട് ഡി എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ടല്ലോ, ഇവിടെ കണ്ടല്ലോ, റോയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? ഡെൽ ഡോട്ട് ഡി. ഈ റോയുടെ സ്ഥാനത്ത് ഡെൽ ഡോട്ട് ഡി എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ജെ ഡാഷ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് ഡി എന്ന് കിട്ടും. ഓക്കെ, നമുക്കറിയാം. അടുത്ത് എങ്ങനെ എഴുതാം? ഡെൽ ഡോട്ട് ജെ ഡാഷ് ഈസ് ഈക്വൽ ടു ഡെല്ലിനെ എന്ത് ചെയ്യുക? പുറത്തെടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഈ ക്വസ്റ്റനിൽ ഡെല്ലിനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ഡോ ഡി ബൈ ഡോ ടി എന്ന് കിട്ടും. ഓർ നമുക്ക് എങ്ങനെ എഴുതാം? ജെ ഡാഷ് ഈസ് ഈക്വൽ ടു രണ്ട് സൈഡും ഡെല്ലുണ്ട്, അത് മാറ്റി കഴിയുമ്പോൾ എന്ത് കിട്ടും? ജെ ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഡോ ഡി ബൈ ഡോ ടി എന്ന് കിട്ടും. ഇക്വേഷൻ 5. ഓക്കെ, അപ്പോൾ ജെ ഡാഷിൻ്റെ വാല്യൂ കിട്ടി. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ജെ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയതായിരുന്നു. ജെ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. അതാണ് ഇവിടെ കിട്ടിയത്. ജെ ഡാഷ് ഈസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡോ ഡി ബൈ ഡോ ടി. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. ഇറ്റ് ഈസ് നോട്ട് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. നമ്മൾ നേരത്തെ നമുക്കറിയാം ജെ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ കാരണം ഉണ്ടാകുന്നത്. ഇത് വേറൊരു കറണ്ട് ഡെൻസിറ്റിയാണ്. ഇതിനെ പറയുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഓക്കെ, ഡോ ഡി ബൈ ഡോ ടി. അതാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ കാരണം ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രത്യേകതയിന് നമുക്ക് ഈ കറണ്ട് നമുക്ക് ഗാൽവനോമീറ്റർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ എന്താണ്, ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഷോക്ക് അടിക്കത്തില്ല. പിന്നെ ഇത് ഹീറ്റിംഗ് എഫക്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഒരു പ്രത്യേകതരം കറണ്ടാണ്. ഇത് സാധാരണ നമ്മൾ ഇൻസുലേറ്ററിലൊക്കെ ആക്ട് ചെയ്യുന്നത്. അത് ഉദാഹരണത്തിന് അറിയാം. നമുക്കിത് എവിടെ ആക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കപ്പാസിറ്ററിൻ്റെ ഇടയിൽ നമ്മളൊരു ഇൻസുലേറ്റർ വയ്ക്കുമല്ലോ. അപ്പം ഇൻസുലേറ്റർ കൂടെ തന്നെ ഇതിൻ്റെ പ്രത്യേകത ഇൻസുലേറ്റർ ആണെങ്കിൽ തന്നെ അതിൽ എന്ത് കാണും? ഇപ്പുറത്തുള്ള ചാർജിൻ്റെ ഒരു എഫക്റ്റ് അതെന്ത് ചെയ്യും? അപ്പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ടൈപ്പ് കറണ്ടാണ് ഇതെന്ന് പറയുന്നത്. ഷോക്ക് ഇൻസുലേറ്ററിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു കറണ്ടാണെന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെ ഒരു കറണ്ട് ഡെൻസിറ്റിയാണ് ഇതെന്ന് പറയുന്നത്, ഈ ജെ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളടുത്ത് നോക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമുക്ക് ജെ ഡാഷ് എന്ന് പറഞ്ഞൊരു കറണ്ട് ഡെൻസിറ്റി ഉണ്ടെന്ന് നമുക്ക് പിടികിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത് ഇപ്പോൾ ആംബിയർ സർക്യൂട്ട് എടുത്താണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം നേരത്തെ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ എന്നായിരുന്നു. ജെയുടെ സ്ഥാനം നമ്മൾ ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ജെ പ്ലസ് ജെ ഡാഷ് എന്ന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജെ പ്ലസ് ജെ ഡാഷ് എന്ന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് ജെ ഡാഷിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഡോ ഡി ബൈ ഡോ ടി
എന്ത് ചെയ്യും, ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ സീറോ ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓർ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, അകത്തോട്ട് മ്യൂ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മ്യൂ സീറോ ജെ പ്ലസ് മ്യൂ സീറോ ഇൻറ്റു ഡോ ഡി ബൈ ഡോ ടി എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അറിയാം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ മ്യൂ സീറോ എച്ച് ആണ്. ഓക്കെ, ബി ഈക്വൽ ടു മ്യൂ സീറോ എച്ച് ആണ് അതിൻ്റെ വാല്യൂ. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ബിയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മ്യൂ സീറോ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, മ്യൂ സീറോ ഇൻറ്റു ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, മ്യൂ സീറോ ജെ പ്ലസ് മ്യൂ സീറോ ഡോ ബി ഡോ ടി എന്ന് കിട്ടും. അപ്പോൾ എല്ലാ സ്ഥലത്തും എന്താണ് മ്യൂ സീറോ ഉണ്ട്. ആ മ്യൂ സീറോ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്താൽ ഓൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇതാണ് എഴുതുന്നത് മാക്സ്വെൽസ് ഫോർത്ത് ഫീൽഡ് ഇക്വേഷൻ. ഓക്കെ.